ആ സ്ഥലത്ത് നിന്നാണ് ഉരുൾ ആദ്യം പൊട്ടിയത്. നമുക്ക് ഈ വീട്ടിൽ ഇവരൊക്കെ മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രദേശവാസികൾ പറഞ്ഞത് കുഞ്ഞുങ്ങളൊക്കെ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഒരു പട്ടിക്കുഞ്ഞൊക്കെ ഉണ്ട്. ഇതുപോലുള്ള കുറച്ച് വീടുകളാണ്. ഈ ദുരന്തം സംഭവിച്ച ഏറ്റവും പ്രൈം സ്പോട്ടാട്ടോ ഇത്. ഇതൊരു വലിയൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു. കുറച്ച് വീടുകൾ മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. ഒരു മാക്സിമം പോയ ഒരു 7, 8, 10 വീടുകൾ. ഇതൊരു ടോപ്പ് അറ്റാണ്. ഇതിൻ്റെ താഴത്ത് ഇതൊരു റോഡാണ്, നമുക്ക് കാണാം. ഇവിടുന്ന് പിന്നെ അങ്ങോട്ടേക്ക് യാതൊന്നുമില്ല. ഈ റോഡില്ല, വീടുകളില്ല, ഒന്നുമില്ല. കണ്ടില്ലേ, ഹിമാലയൻ, റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയനാണ്. മഹീന്ദ്രയുടെ ജീപ്പ്. നമുക്ക് ഈ വീടിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം. കണ്ടോ, കുറച്ച് വീടുകൾ മാത്രമാണ് ഇവിടെ ബാക്കി നിൽക്കുന്നത്. ഇതുപോലുള്ള സുന്ദരമായിട്ടുള്ള അനേകം വീടുകൾ താഴത്ത് വരെ ഉണ്ടായിരുന്നു. ഈ മലയുടെ മുകളിൽ നിന്ന് താഴത്ത് വരെ അതിൻ്റെ ഒരു പകുതി ഭാഗം മുഴുവൻ ഈ ഉരുൾ വന്ന് എടുത്തുകൊണ്ടുപോയി. ശേഷിപ്പായിട്ടുള്ളത് കുറച്ച് വീടുകൾ മാത്രമാണ്. നമുക്ക് ഇതിൻ്റെ പുറത്തെ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്, ഈ വീട്ടിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഈ ഒരു പുറത്തെ വിഷ്വൽ കാണുക. ഈ ഒരു വിഷ്വൽ എന്ന് പറയുന്നത് വല്ലാത്തൊരു വിഷ്വലാണത്. ഭയങ്കര പേടിപ്പിക്കുന്ന, ഭയങ്കര ഭീതി ഉണർത്തുന്ന, വല്ലാത്ത ദുഃഖമുണ്ടാക്കുന്ന കുറേ വിഷ്വലാണ്. അനേകം വിഷ്വലുകൾ. ഇവിടെ ഒരു കുഞ്ഞു മോൾഡ്. കണ്ടോ, ഈ പോകുന്ന വഴികളിലൊക്കെ ഇതേപോലെ വലിയ രീതിയിൽ പാറകളും വലിയ മരക്കഷ്ണങ്ങളൊക്കെ കൂടി ഇരിക്കുകയാണ്. കണ്ടില്ല, ഇവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡിസൈൻ മനസ്സിലാവും. ഈ ഒരു പ്രദേശത്തിൻ്റെ ഡിസൈൻ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ താഴോട്ട് ഇതാ, ഇവിടുന്ന് പിന്നെ അങ്ങോട്ടേക്ക് ഒന്നുമില്ല. അവിടുന്ന് അങ്ങോട്ടേക്കാണ് ഏറ്റവും കൂടുതൽ ദുരന്തം ഉണ്ടായ സ്ഥലം എന്ന് പറയുന്നത്. ഇത് പുഞ്ചിരിമറ്റം. ഇതാ, ആ സ്ഥലത്ത് നിന്നാണ് ഉരുൾ ആദ്യം പൊട്ടിയത്. ഇവിടുന്ന് താഴത്ത് പിന്നെ ഒന്നുമില്ല. ഇത് ശരിക്കും ഇതൊരു ദുരന്ത ഭൂമി തന്നെയാണ്. ശരിക്കൊരു ദുരന്ത ഭൂമി തന്നെയാണ് ഇത്. നിങ്ങൾ എന്ത് തപ്പാൻ വേണ്ടി വന്നതാ? ആരെയാ? ഇപ്പം നിൽക്കുന്നത് പുഞ്ചിരിമറ്റത്താണ്, മുണ്ടക്കയിലാണ്. ഒരു വീടിൻ്റെ റൂഫാണിത്. ഏറ്റവും മുകളിലത്തെ ഭാഗമാണ്. ഇവിടെയൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളുടെ പുസ്തകമൊക്കെ കാണാം. ഈ വീട്ടിൽ ഇവരൊക്കെ മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രദേശവാസികൾ പറഞ്ഞത് കുഞ്ഞുങ്ങളൊക്കെ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഇതുപോലെ അനേകം വീടുകളാണ്. ഇതിപ്പോൾ ഒരു കയറ്റം കയറി ഒരു മലയുടെ ടോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുന്ന് താഴത്തേക്കുള്ള ഇതുപോലത്തെ അനേകം വീടുകൾ, ഒരു റെസിഡൻസ് പോലെയായിരുന്നു. അതുപോലത്തെ ഒരു സ്ഥലമായിരുന്നു ഇത്. അതൊന്നുമില്ല ഇപ്പോൾ. ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമേ ഇവിടെ ഇല്ല. കുറേ അധികം ഇങ്ങനെ തകർന്നു കിടക്കുന്ന വീടുകൾ മാത്രമാണ്. ഇതിൽ ഏതാനും കുറച്ച് വീടുകൾ ബാക്കി നിൽക്കുന്നുണ്ട്. വലിയ തകർച്ചയൊന്നും ഏൽക്കാത്ത കുറച്ച് വീടുകൾ, ഒരു 5 or 6 വീടുകൾ. ആ വീടുകളൊക്കെ ആ ഭാഗത്താണുള്ളത്.
നമുക്കെന്തായാലും കണ്ടില്ലേ ഇതിൻ്റെ ഇതവിടെയൊക്കെ വീടുകളാണ്. കുഞ്ഞുങ്ങളുടെ ബാഗ്, പുസ്തകങ്ങൾ, ചോറ്റുപാത്രങ്ങൾ, ഇതൊക്കെ നമുക്കിവിടെ കാണാം. ഇതൊക്കെ ഒരു വഴിയാണ് കേട്ടോ. ഇതൊക്കെ ഒരു റോഡാണ്. ഇവിടെയൊക്കെയാണിപ്പോൾ പാറക്കൂട്ടങ്ങളും മരക്കഷ്ണങ്ങളൊക്കെ പെടുന്നത്, വന്നു വിട്ടിട്ടുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.